ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അവിടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ ആണ്. ഈ കഴിഞ്ഞ UGC നെറ്റ് ഡിസംബർ റിസൾട്ട് വന്നത് ഫെബ്രുവരിയിലായിരുന്നു. അന്ന് ക്വാളിഫൈ ആവാതെ ഒരുപാട് പേർക്ക് ഏപ്രിൽ 8 റിസൾട്ട് വന്നപ്പോൾ ക്വാളിഫൈ ആയി. അങ്ങനെ ഒരാളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആളെ വിളിക്കാം. വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സിംഗറെ കൂടെയാണ് നമ്മളിവിടെ വിളിക്കുന്നത്. സിംഗർ കം UGC നെറ്റ് ഹോൾഡർ ആണ്. ആര്യനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആര്യ, ഹായ്. ഹായ്. ഓക്കെ, അപ്പോൾ ആര്യ, നമ്മൾ റിസൾട്ട് റിവിഷൻ കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ക്രാക്ക് ആയില്ല, സെക്കൻഡ് ക്രാക്കായി. എന്താണ് ആര്യക്ക് പറയാനുള്ളത്? ഇപ്പോൾ ഭയങ്കര സന്തോഷം. റിസൾട്ട് റിവിഷൻ പ്രതീക്ഷയല്ല. എല്ലാവരും പറഞ്ഞ റിസൾട്ട് റിവിഷൻ നടക്കത്തില്ല എന്നാണ് പറഞ്ഞത്. കാര്യം അങ്ങനെ റിസൾട്ട് റിവിഷൻ ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോൾ ഹിസ്റ്ററിയിൽ റിസൾട്ട് റിവിഷൻ നടന്നുകൊണ്ടാണ് എനിക്ക് എൻ്റെ കറക്റ്റ് മാർക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആ റിസൾട്ട് റിവിഷൻ നടന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനൊരു മൊമെന്റ് ഉണ്ടാവത്തില്ലായിരുന്നു. എത്ര മാർക്കായിരുന്നു? എനിക്ക് ആദ്യം കിട്ടിയ മാർക്ക് എന്ന് പറഞ്ഞാൽ 190 ആയിരുന്നു. 192 ആയിരുന്നു കട്ട് ഓഫ്. എനിക്ക് 190 ഒറ്റ ക്വസ്റ്റ്യൻ ആണ് പോയത്. അപ്പോൾ അതിൻ്റെ ഭയങ്കര വിഷമത്തിലൊക്കെ ആയിരുന്നു ഒരു 2 മാസം. പിന്നെ ഈ ഫൈറ്റും സ്ട്രഗിളും എല്ലാം കഴിഞ്ഞ് റിസൾട്ട് റിവിഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ മാർക്ക്, എൻ്റെ കറക്റ്റ് മാർക്ക് 200 ആണ് എനിക്ക് കിട്ടിയത്. എന്ത് തോന്നി? ഫസ്റ്റ് ക്രാക്ക് ആയില്ല, കുറെ നാളത്തെ ഹാർഡ് വർക്ക് ആയിരിക്കുമല്ലോ. അപ്പോൾ പിന്നീട് ഫസ്റ്റ് ക്രാക്ക് ആയില്ല, പിന്നീട് ആ സമയത്ത് എന്തായിരുന്നു ഫീൽ ചെയ്തത്? അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് റിസൾട്ട് വന്നപ്പോൾ മാർക്ക് എത്ര, 2 മാർക്കിന് എന്തോ ആണ് പോയത്. അപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? ഞാനപ്പോൾ ആലോചിച്ച ഒറ്റ ക്വസ്റ്റ്യൻ ഏതാ, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ വല്ലതും ആയിരിക്കും, അങ്ങനെയൊക്കെ ഒരു പേടിയുണ്ട്. കാര്യം ഞാൻ ആ സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആലോചിച്ചു. ലാസ്റ്റ് മിനിറ്റ് ഒക്കെ ചെയ്ത് ഏതെങ്കിലും തെറ്റിപ്പോയോ പക്ഷെ അത്ര കറക്റ്റ് ആയിട്ടാണ് ചെയ്തത്. ഞാൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയാം എന്തായാലും ഞാൻ ക്രാക്ക് ചെയ്യുമെന്ന്. പക്ഷെ ഇത്രയും കട്ട് ഓഫ് കയറുമെന്ന് പ്രതീക്ഷയില്ല. പക്ഷെ എന്നാലും ക്രാക്ക് ആവുമെന്ന് ഞാൻ കരുതി. അപ്പം എൻ്റെ മൈൻഡിൽ ഞാൻ എപ്പോഴത്തേക്കും അയ്യോ ആ ഒരു ക്വസ്റ്റ്യൻ ഏതാണ്, ഒരു ക്വസ്റ്റ്യൻ എനിക്ക് പോയല്ലോ, ഏതാ ക്വസ്റ്റ്യൻ ഒരുപാട് കിടന്ന് ആലോചിച്ചു. ഹിസ്റ്ററിയുടെ ആയിരിക്കുമോ, ജനറൽ പേപ്പർ ആയിരിക്കും, ഏത് ഒരുപാട് ആലോചിച്ച് ഇത് തന്നെയായിരുന്നു. അപ്പം അത് ആ ഒരു എല്ലാവരും പറഞ്ഞു അടുത്തതിൽ ക്രാക്ക് ചെയ്യാൻ. പക്ഷെ ഞാൻ ഇത്രയും നാളോളം കൺസിസ്റ്റന്റ് ആയി പഠിച്ച് വർഷങ്ങളോളമുള്ള പ്രിപ്പറേഷൻ എനിക്കിതിലുണ്ട്. അതിലൊരു 5 months ഞാൻ ഇതിനുവേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് അത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതൊരു വിഷമം തന്നെയാണ്. നമ്മളത്രയും പഠിച്ചിട്ട് പിന്നീട് അറിയുന്നത് റിസൾട്ടിനകത്ത് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ആൻസേഴ്സ് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ അത് റിസൾട്ട് റിവിഷൻ ആയി വരേണ്ടി വന്നു കറക്റ്റ് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് വരാനായിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റിസൾട്ട് വരുന്ന സമയത്ത് ആര് ഹോപ്പ് ചെയ്തിരുന്നു ആർക്ക് കിട്ടുമെന്ന്? ഉറപ്പായിട്ടും എനിക്ക് JRF എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പറഞ്ഞാൽ കട്ട് ഓഫ് എന്തായാലും കൂടുതലാണെന്ന് പരീക്ഷ എഴുതിയപ്പോഴേ മനസ്സിലായി. നല്ല എളുപ്പമായിരുന്നു, എനിക്ക് നല്ല എളുപ്പമായിട്ടാണ് ഫീൽ ചെയ്തത്. സ്വാഭാവികമായിട്ടും അപ്പോൾ എനിക്കറിയായിരുന്നു എന്തായാലും നെറ്റ് എന്തായാലും കിട്ടും. JRF ആയിരുന്നു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ നെറ്റ് പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എനിക്കും ഫാമിലിക്കായാലും എല്ലാം ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എനിക്കത് ഇപ്പോഴും ആ ഒരു ഷോക്ക് ആലോചിക്കുമ്പോഴേ ഇവൻ ക്രാക്ക് ആയെങ്കിൽ പോലും ആ ഒരു അത്രയും ഡൗൺ ഞാൻ എത്തിയത് ഞാൻ ഒരിക്കലും ലൈഫിൽ മറക്കത്തില്ല. ആ ഡൗൺ സ്റ്റേജിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 2 മാസം ഞാൻ എന്താ പറയുക, എനിക്കത് ക്രാക്ക് ആവാൻ പറ്റിയില്ലല്ലോ ഇത്രയും പഠിച്ചിട്ടും എന്നുള്ളതിൻ്റെ ഭയങ്കര വിഷമം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആര്യ ആൻസർ കീ ചെക്ക് ചെയ്തില്ലായിരുന്നോ? ആൻസർ കീ ശരിക്കും പറഞ്ഞാൽ ഇത് റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനത് മിക്കപ്പോഴും ചെയ്യാറില്ല. കാര്യം എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് റെസ്പോൺസ് ഷീറ്റ് നോക്കി ഇനി എന്നാണോ നമുക്കത് കുറവാണോ അങ്ങനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ആവത്തില്ല. ഞാനത് നോക്കാറില്ല എപ്പോഴും. അത് കാരണമാണ് ഇപ്രാവശ്യം ഇത്രയും പ്രോബ്ലം ആയത്. കാര്യം റെസ്പോൺസ് ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് റിവൈസ് ആയപ്പോഴും എത്ര എണ്ണം കറക്റ്റ് ആയെന്നറിയാൻ വേദമായി, ഏതാ തെറ്റിയെന്നറിയാം, മൊത്തത്തിൽ ഒരു ഇതായിപ്പോയി. എനിക്കത് അറിയില്ലായിരുന്നു ഈ പറഞ്ഞ ഏതാണ് എങ്ങനെയാണ് മാർക്കൊന്നും എനിക്കറിയാം. ഞാൻ റിസൾട്ട് എങ്ങനെ വരുന്ന വെച്ചാൽ വരട്ടെ, അതനുസരിച്ച് നോക്കാം. നേരത്തെ ടെൻഷൻ അടിക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇതൊന്നും നോക്കാതിരുന്നത് ആദ്യമേ. ഓക്കെ, ഈ റിവൈസ്ഡ് ചെയ്യുമെന്ന് തോന്നിയപ്പോൾ അല്ല അറിഞ്ഞപ്പോൾ എന്ത് തോന്നി? റിവൈസ് ചെയ്യുമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആരടുത്തും പറഞ്ഞില്ല. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആരോടും ഞാൻ പറഞ്ഞില്ല. എനിക്കത് വെച്ചാൽ അത് നടന്ന് കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചു. കാര്യം റിസൾട്ട് റിവിഷൻ ഇതുവരേക്കും നടന്നിട്ടില്ല. ഇതിൻ്റെ ന്യൂസ് കിട്ടിയപ്പോൾ തന്നെ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് അപ്ഡേറ്റ്സ് തന്നിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആപ്പ് നിങ്ങളുടെ ആപ്പുണ്ട്. അതിൽ അശ്വിനി ത്യാഗി സാറുണ്ട്. അദ്ദേഹമാണ് അതിന് കറക്റ്റ് അപ്ഡേറ്റ്സ് തന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഓരോ ആഴ്ചയിലും വന്ന് ഇങ്ങനെ പറയും ഇന്ത്യൻ ഓഫീസിൽ ചെന്നു ഇങ്ങനെ കാര്യങ്ങൾ നടന്നു. അദ്ദേഹമാണ് ശരിക്കും ഒരു ഹോപ്പ് തന്നത്. കാര്യം ആദ്യത്തെ ഇതിൽ കിട്ടത്തില്ല ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് പറയുന്നത് ഇങ്ങനെ റിസൾട്ടിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്, ഒരു കുട്ടി കേസ് കൊടുത്തു. ഇതൊക്കെ ഞാൻ അറിയുന്ന അദ്ദേഹം ആ ഒരു ഹോപ്പ് എന്ന് വെച്ചാൽ അദ്ദേഹമാണ് അത് ഉറപ്പായിട്ട് റിസൊല്യൂഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞൊരു ട്യൂട്ടർ. ഞാൻ ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് ആപ്പിൽ പഠിച്ച ആളൊന്നും അല്ല, ഞാൻ സെൽഫ് സ്റ്റഡിയാണ്. പക്ഷെ എന്നിട്ടും ആ ഒരു സത്യം പറഞ്ഞാൽ ആ ഒരു ട്യൂട്ടർ അദ്ദേഹം അത്രയും നല്ലൊരു എഡ്യൂക്കേറ്റർ ആണ്. കാര്യം അദ്ദേഹം ആ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തു നമ്മുടെ കൂടെ.
അപ്പോൾ അദ്ദേഹം അത്രയും പറയുന്നത് കേൾക്കുമ്പോഴാണ് ഞാനിങ്ങനെ അറിയുന്നത് ഓക്കെ റെസൊല്യൂഷൻ എന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു. ഇതെല്ലാം അപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അറിയുന്നത്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഫാമിലിയുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ സപ്പോർട്ട് ആ സമയത്ത്? സപ്പോർട്ട് ആ സമയത്ത് നല്ല സപ്പോർട്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ആ ഒരു പ്രോസസ്സിലാണ് ഏറ്റവും സപ്പോർട്ട് വേണ്ടുന്നത്. ആ ഒരു പഠിക്കുന്ന ആ ഒരു 5 മാസം ഇതിനു വേണ്ടി മാത്രം ഞാൻ ഭയങ്കര മൂവി ലവറാണ്. ഞാൻ ഒരു സിനിമ പോലും കണ്ടിട്ടില്ല 5 മാസത്തിനിടയിൽ. അതുപോലെ തന്നെ ഞാൻ കണ്ടന്റ് ക്രിയേറ്ററാണ്. ഞാൻ എക്സാമിൻ്റെ ആ ഒരു 3 മാസം ഞാൻ കണ്ടന്റ് ക്രിയേഷനും ചെയ്തിട്ടില്ല. ഞാൻ സിംഗറാണ്, ഞാൻ പാട്ട് പോലും പാടിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് പാട്ട് മാറ്റി വെച്ചിട്ടൊരു കാര്യം ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പുറത്ത് പോയിട്ടില്ല, കറങ്ങാൻ പോയിട്ടില്ല, ട്രിപ്പ് പോയിട്ടില്ല, ഫ്രണ്ട്സിനെ കണ്ടിട്ടില്ല, സോഷ്യലി ഒന്നുമില്ല. ഞാനൊരു ഫംഗ്ഷനും പോകുന്നില്ല. മൊത്തത്തിൽ ഞാൻ വീട്ടിൽ റൂമിൽ തന്നെ ഇരുന്ന് ഇത് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ പഠിക്കുക, എന്നും പഠിക്കുക, ഇത് മാത്രം അങ്ങനെ അങ്ങ് പോകുമായിരുന്നു ഞാൻ. അപ്പോൾ ആ ഒരു പ്രോസസ്സിനിടയിൽ ഫ്രണ്ട്സാണ് എന്നെ ഹോൾഡ് ചെയ്തത്. എന്നുവെച്ചാൽ അത്രയും എന്നെ ഫ്രണ്ട്സും ഫാമിലി എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സാണ് സത്യം ഞാൻ ഒരുപാട് പേരെടുത്ത് പറയണം. ഒരുപാട് പേരുണ്ട്. അപ്പം എല്ലാവരും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളോട് അത്രയും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തത്. കിട്ടുമെന്ന് എനിക്ക് കിട്ടത്തില്ല എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോൾ പോലും എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ പറയേണ്ടത് ഫാമിലി ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എനിക്കിതിൻ്റെ മാത്സ് പോർഷൻസ് ഒക്കെ ഇച്ചിരി പാടാണ്. അപ്പോൾ എനിക്കത് പഠിപ്പിച്ചു തന്നത് എൻ്റെ ചേച്ചിയാണ്. മീൻസ് എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്, രേഷ്മ ചേച്ചിയുടെ പേര്. ചേച്ചിയാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. പിന്നെ ഏറ്റവും വലിയ സപ്പോർട്ട്, ബിഗ് സപ്പോർട്ട് എന്ന് പറയേണ്ടത് എൻ്റെ അമ്മ തന്നെയാണ്. കാര്യം എനിക്ക് ആദ്യം അത് കിട്ടാതെ ഒരു മാർക്കിന് ഒരു ക്വസ്റ്റിന് പോയ സമയത്തും ഈവൻ ഞാൻ ആ പ്രിപ്പറേഷൻ്റെ ഇടയിൽ എനിക്ക് പലപ്പോഴും എനിക്കിത് ക്രാക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ടെൻഷൻസ് നമുക്ക് വരുമല്ലോ എൻ്റെ ഇടയിൽ, പറ്റുമായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ എൻ്റെ അമ്മയാണ് എന്നെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയത്. എൻ്റെ അമ്മ എപ്പോഴും പറയും എനിക്ക് കിട്ടും. അപ്പം ഏറ്റവും ടോപ്പ് മോസ്റ്റ് സപ്പോർട്ട് എപ്പോഴും അമ്മ തന്നെയാണ്. പിന്നെ ഫ്രണ്ട്സിൻ്റെ കാര്യം എടുത്ത് പറയണമെങ്കിൽ എസ്പെഷ്യലി ഞാൻ പറയും അമൽ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അവനാണ് ഫ്രണ്ട്സിനകത്ത് ഏറ്റവും കൂടുതൽ എപ്പോഴും ഇങ്ങനെ ഓക്കെ ആക്കി ഈ പറഞ്ഞ പോലെ ടെൻഷൻസ് വരുമ്പോൾ സെഡ് ഔട്ട് വരുമ്പോൾ എല്ലാം കിട്ടും എന്ന് പറഞ്ഞു. പിന്നെ ഐശ്വര്യ, പിന്നെ അനന്യ, അപ്പോൾ ഇവരെയൊക്കെ എടുത്ത് പറഞ്ഞു. പിന്നെ എൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള, ഞാൻ അവളെ വേറൊരു പേരെ വിളിക്കുന്നത് പെട്ടെന്ന് അതാണ് വായി വരുന്നത്. പക്ഷേ അവൾ ശരിക്കുള്ള പേര്, ഞാൻ അവളെ വിളിക്കുന്ന അവതാരം, പക്ഷേ അവൾ ശരിക്കുള്ളത് പേര് നന്ദന എന്നാണ്. സോ നന്ദന, പിന്നെ അനുപമ. അപ്പം ഇത്രയും എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ. അപ്പം അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എന്താ പറയുക, ഇങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ കിട്ടും, നമുക്ക് ആ കിട്ടാത്ത സമയത്ത് പോലും കിട്ടുമെന്ന് നമ്മളെ പറഞ്ഞ് അത്രയും മോട്ടിവേറ്റ് ചെയ്ത ആളുകളാണ്. ഫാമിലി ഞാൻ പറഞ്ഞില്ല, ഫാമിലി ആയാലും പിന്നെ റിലേറ്റീവ്സ്, കസിൻസ് ഞാൻ പറയണം. കസിൻസിനെ കുറിച്ച് പറയണം. കാര്യം അവരും എന്നെ ഒരുപാട് ഈ പറഞ്ഞ ലാസ്റ്റ് ഞാൻ എക്സാമിൻ്റെ തൊട്ട് തലേ ദിവസം എൻ്റെ കസിൻ ചേച്ചിയും അനിയത്തിയെ കൊണ്ടുവന്നു. അപ്പോൾ അവരും വന്നിട്ട് ഒന്നും പേടിക്കാനില്ല, നീ നന്നായിട്ട് എഴുതുമെന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഈ പറഞ്ഞൊരു ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതായത് ഈ പറഞ്ഞ നമ്മുടെ ആ ഒരു പ്രോസസ്സ് അത് കഴിഞ്ഞ് നമുക്ക് കിട്ടാതായപ്പോഴും ഇവരെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. കിട്ടിയില്ലെങ്കിലും അത് കുഴപ്പമില്ല, എന്നൊക്കെ അടുത്ത പ്രാവശ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ റിസൾട്ട് വന്നപ്പോൾ ഇവരാരോടും ഞാൻ പറഞ്ഞില്ല. റിവൈസ് ആയി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുത്തപ്പോഴാണ് ഇവരെല്ലാവരും അറിയുന്നത്. അപ്പോഴത്തേക്കും ഇവർ അറിഞ്ഞു ഇത് ഇങ്ങനെ സംഭവിച്ചു എന്ന് അവരെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, കേസ് വന്നു, റിസൾട്ട് നടന്നു. അപ്പോൾ അവർക്ക് എന്നെക്കാളും സന്തോഷമായി. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മളെക്കാളും സന്തോഷമാണ് നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമുക്കത് ക്രാക്ക് ചെയ്യുമ്പോൾ. അങ്ങനെയുള്ളവരാണ് നമ്മൾ ലൈഫിൽ കൂടെ കൊണ്ടുപോകുന്നത്. അതെനിക്ക് എനിക്കിത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായിരുന്നു. അതായത് നമ്മളെപ്പോഴും നമ്മുടെ കൂടെ ഉള്ള ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സക്സസ്സിൽ അത്രയും സന്തോഷമുള്ള ആളുകളായിരിക്കണം. അത് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. നമ്മുടെ കൂടെ ഉള്ള ആളുകളുടെ ആ ഒരു ജെനുവിനിറ്റി, ഒരുപാട് കാര്യങ്ങൾ. അതിന് എത്ര വട്ടം UGC നെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു? ഞാൻ ശരിക്കും എൻ്റെ 5th അറ്റംപ്റ്റിലാണ് നെറ്റ് ക്രാക്ക് ചെയ്യുന്നത്. ഞാൻ 6 വട്ടം എക്സാം എഴുതിയിട്ടുണ്ട്. കാര്യം ഒരെണ്ണം റീ എക്സാം ആണ്. അപ്പം ഞാൻ PGക്ക് ജോയിൻ ചെയ്തു. December 2023 ഷിഫ്റ്റ് തൊട്ട് ഞാൻ എഴുതുന്നുണ്ട്. എവിടെയായിരുന്നു പഠിച്ചത് PG ഒക്കെ? ഞാൻ PG ചെയ്തത് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, കാര്യവട്ടം ക്യാമ്പസിൽ ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. പിന്നെ UG ആണെങ്കിൽ SM കോളേജ് മെൻസിനാണ്, കൊല്ലത്ത് തന്നെയാണ് ചെയ്തത്. ഓക്കെ, കാര്യവട്ടം ക്യാമ്പസിലുള്ള ജേർണി ഒക്കെ എങ്ങനെയായിരുന്നു? അപ്പോൾ ക്യാമ്പസ് ജേർണിയാണ് എന്നെ നെറ്റിലേക്ക് എത്തിച്ചത്. കാരണം ഞങ്ങളുടെ കൂടെ ഉള്ള എല്ലാവരും തന്നെ ഈ പറഞ്ഞ പോലെ കോമ്പറ്റേറ്റീവ് എക്സാം ഓറിയൻറ്റഡ് ആണ്. അവർ നന്നായിട്ട് ആ സ്റ്റഡി ഓറിയൻറ്റഡ്. അപ്പം ആ ഒരു നമുക്കും വരും. അപ്പോൾ ആ ഒരു എനിക്ക് നെറ്റുന്ന ഡ്രീമായിട്ടാണ് ഞാൻ ക്യാമ്പസിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ പോസിബിൾ ആക്കാൻ ക്യാമ്പസിലെ എൻവയോൺമെൻറ്റ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോൾ UGC നെറ്റിൻ്റെ മെൻറ്ററായിട്ട് കുറച്ച് പേരെ ഫ്രീ മെൻറ്റർഷിപ്പാണ്. അപ്പം ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ തന്നെ ഞാൻ അവർക്ക് മെൻറ്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. UGC നെറ്റ് ഹിസ്റ്ററിക്കുള്ള മെൻറ്റർഷിപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ആര്യാസ് ഹിസ്റ്റോറിക്ക എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയ ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഒരു യൂട്യൂബ് ചാനലായിട്ട് ഞാൻ ചെയ്യുവാണ്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ UGC നെറ്റ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ കുറിച്ചുള്ള നോട്ട്സും ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ ഈ നെറ്റ് ക്വാളിഫൈ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നതാണ്.
അപ്പോൾ കാര്യം എനിക്ക് ഈ ഒരു ഇതിന് ഗൈഡ് ചെയ്യാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് കുറേ പേരെ ഗൈഡ് ചെയ്തത് ക്രാക്ക് ചെയ്യിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാനലിൻ്റെ ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ UGC നെറ്റ് ഹിസ്റ്ററി ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി ആര് എങ്ങനെ ഉണ്ടായിരുന്നു ആ ജേർണി, ആ ചലഞ്ചസ് ഒക്കെ എങ്ങനെയായിരുന്നു, ആ ഒരു സ്ട്രഗിളിങ് ഒക്കെ? സ്ട്രഗ്ലിങ് റിയലാണ്. കാര്യം നമ്മൾ ആദ്യം നമ്മൾ ആസ്പിറൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ പിന്നെ നമുക്കത് കിട്ടുന്ന ആ ഒരു ജേർണിയുടെ ഇടയിൽ നമ്മൾ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ. പലരും ചോദിക്കും എന്തിനാ ഇങ്ങനെ ഇന്ന് പഠിക്കുന്നതെന്ന് ചിലർക്കും തോന്നാം. പക്ഷെ നമ്മളതൊന്നും മൈൻഡിയുടെ കാര്യമില്ല. നമുക്ക് എന്താണോ വേണ്ടുന്നത് അതിന് വേണ്ടി നമ്മൾ ഇനിയിപ്പോൾ എന്തെല്ലാം നമ്മൾ അത് മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണെന്ന് ഉറപ്പായിട്ടും നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് സംശയമൊന്നുമില്ല. കാര്യം ഞാൻ ഏകദേശം PG പഠിക്കുമ്പോൾ തൊട്ട് ഇതിനു വേണ്ടി നോട്ട് പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാം തുടങ്ങിയെങ്കിലും ഞാൻ കറക്റ്റായിട്ട് പഠിച്ചൊരു അറ്റംപ്റ്റ് ഞാൻ ചെയ്തെങ്കിൽ അത് ഈ അറ്റംപ്റ്റ് ആയിരുന്നു. അതിൽ തന്നെ എനിക്ക് ക്രാക്ക് ചെയ്യാനും പറ്റി. അപ്പോൾ അതുപോലെ ഏതൊരാൾക്കും ഇതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതെൻ്റെ ഒരു ഉറപ്പാണ്. കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് തന്നെയാണ് ഞാനത് പറയുന്നത്. അതുപോലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും വരുമെന്നുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ആ റിസൾട്ട് റിവിഷൻ നടന്നത്. അപ്പോൾ ഒരുപാട് പേര് ആ റിസൾട്ട് റിവിഷനിലൂടെയാണ് അവർക്ക് ശരിക്കുള്ള മാർക്ക് കിട്ടി അവർ ക്രാക്ക് ആയത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി ക്രാക്ക് ചെയ്യാൻ പോകുന്ന ആളുകളോട് ഇനി പഠിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. നിങ്ങൾ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ക്വാളിഫൈ ആവാൻ പറ്റും. ഷുവറായിട്ടും അത് 100% ഗ്യാരണ്ടീഡ് ആണ്. പക്ഷെ നിങ്ങൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്യാനും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കാനും നിങ്ങൾ റെഡി ആവണമെന്ന് മാത്രം. അത്രേ ഉള്ളൂ. അത്ര ഭയങ്കര എല്ലാവരും പറയും ഇൻസിനിറ്റി ഹിസ്റ്ററി ഭയങ്കര പാടാണെന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ അതിനുവേണ്ടി അത്രയും പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും. ആസ്പിറന്റ് ലൈഫ് കഴിഞ്ഞപ്പോൾ എന്തൊക്കെ ഡിഫറൻസ് ആണ് ലൈഫിൽ വന്നത്? എന്തെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്തോ? ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. കാര്യം ആസ്പിറന്റ് ആയിരുന്ന സമയത്ത് നമ്മൾ കുറേ പിന്നെ പേഷ്യൻസ് ഇതെല്ലാം നമുക്ക് ഇത്രയും നാൾ നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പം നമ്മൾ അത്രയും പേഷ്യൻസ് പഠിക്കും. പിന്നെ ഏറ്റവും ഞാൻ മനസ്സിലാക്കിയ കാര്യം നമ്മൾ ആ ഒരു ആസ്പിറന്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ എല്ലാവരോടും അങ്ങനെ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊന്നുമില്ല. സോ വി ആർ ഗോൺ ലൂസ് എ ലോട്ട് ഓഫ് പീപ്പിൾ. നമ്മൾ ഒരുപാട് ആളുകൾ നമ്മളെ വിട്ട് പോകും. പക്ഷേ അത് നമ്മൾ ആദ്യമൊക്കെ എനിക്കതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുമായിരുന്നു. ഞാനിങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് എൻ്റെ കരിയറിന് പറഞ്ഞ് ഇരിക്കുവാണ്. അപ്പോഴത്തേക്ക് ആദ്യം എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയോ. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ലൈക്ക് നമുക്ക് ജെന്യുവൻ ആയിട്ടുള്ള ആളുകൾ എപ്പോഴും നമ്മളോട് സ്റ്റേ ചെയ്യും. സോ അപ്പോൾ എനിക്കിപ്പം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോടും ഡ്രീമിന് വേണ്ടി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം അത് തന്നെയാണ്. നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ജെന്യുവൻ ആയിട്ടുള്ള ആളുകളുടെ കൂടെ നമ്മൾ ഹോൾഡ് ഓൺ ചെയ്യുക. അവരായിരിക്കും നമുക്ക് എന്നും നമ്മുടെ കൂടെ നിൽക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പോകുന്ന ആളുകളൊക്കെ അങ്ങ് കോട്ടയം നിൽക്കുക. അത് നിങ്ങളുടെ ഗ്രോത്തിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ഇത്രത്തോളം സത്യം പറഞ്ഞാൽ അത്രയും ആളുകൾ പോകുന്നത് നമ്മൾ അത്രയും വലിയ വലിയ ഡ്രീം ഉള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആസ്പിറൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് വേറെ ഒരു കാര്യവും നമ്മുടെ ഫോക്കസ് ഒരു കാര്യത്തിലോട്ട് പോകേണ്ട കാര്യമില്ല. നമ്മളത് മാത്രം ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നിൽക്കാനുള്ള എല്ലാ ഫ്രണ്ട്സും ഫാമിലിയും റിലേറ്റീവ്സ് എല്ലാ ആളുകളും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ആ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ആ ഒരു ക്രാക്ക് ചെയ്തതിൽ ജെന്യുവനായിട്ട് ഹാപ്പി ആവുന്നവരായിരിക്കും അവർ. അപ്പോൾ അവരെന്തായാലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അല്ലാതെ ബാക്കി ഈ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ആസ്പിറന്റ് ലൈഫിൽ ഉണ്ടാവും. നമുക്ക് പല പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവും. നമുക്ക് ആ പഠിക്കുന്ന ആ ഒരു എക്സാമിൻ്റെ പ്രശ്നം മാത്രമല്ല നമുക്കുണ്ടാവും. അപ്പം അതുകൊണ്ട് ആ ഒരു ഇതൊക്കെ എന്ന് പറയുമ്പോൾ ആ എക്സാം ക്രാക്ക് ചെയ്ത് ആ റിസൾട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ആ ഒരു ഫീലിനപ്പുറം വരില്ല ഒന്നും. അതുപോലെ ഞാനാണ് ഏറ്റവും ഡൗൺ സ്റ്റേജും കണ്ട ഒരാളാണ്. ഞാൻ ഒറ്റ ക്വസ്റ്റിന് പോയ സമയത്ത് എനിക്ക് മനസ്സിലായി എങ്ങനെ ആയിരിക്കും ഇത്. ഒറ്റ ഒരു ക്വസ്റ്റിന് പോകുമ്പോൾ ഇത്രയും പഠിച്ചിട്ടൊരു ക്വസ്റ്റിന് പോകുമ്പോൾ ആളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട്. അപ്പോൾ ഇത്രയും ഡൗണും ആയിട്ടുണ്ട് ഞാൻ. അതുപോലെ എനിക്ക് കറക്റ്റ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അത്രയും ഡിസേർവ് ചെയ്ത് കിട്ടിയെന്നുള്ള തോന്നലുണ്ടായിട്ടുണ്ട്. അപ്പോൾ രണ്ട് എക്സ്ട്രീമും കണ്ട ഒരാളെന്ന നിലയിൽ ഞാൻ പറയുവാണ്. ഇപ്പോൾ ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇത് കാണുന്നുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ആവശ്യമുള്ള വറിയിടാവേണ്ട കാര്യമില്ല. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഡ്രീം നിങ്ങൾ അച്ചീവ് ചെയ്യുക. ഓക്കെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആര്യ ഒരു പാട്ടുകാരി കൂടിയാണ്. അപ്പോൾ നമുക്ക് ആര്യ ഒരു പാട്ട് പാടിത്തരും. ഓക്കെ, ഏതാ പാടുക? ഓക്കെ, ഇഷ്ടമുള്ള പാട്ട് പാടും. കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തുളും പാതിനി പഞ്ഞിച്ചോരുൾ മാനസം നുള്ളിക്കിടത്താതിനി വെറുമൊരു പൂവൾ കൊണ്ടും മുറിയും ചെറുമോനെ നോക്കുകൊണ്ടും വിളറും ഒരു നീത്ത പൈതലിൻ്റെ വിങ്ങിപ്പിടയാടി വെറുതെ
വെറുതെ. ഓക്കെ. അപ്പോൾ ഈ ആസ്പിറന്റ് ലൈഫിൽ പാട്ട് മാറ്റി നിർത്തേണ്ട വന്നിട്ടുണ്ടോ? അപ്പോൾ എന്ത് ഫീൽ ചെയ്തിരുന്ന സമയത്ത്? ഞാൻ ആ സമയത്ത് ഞാൻ സ്റ്റേജസ് ഒക്കെ പിന്നെ ചെയ്യുന്നതൊക്കെ ആ ഒരു 5 മാസം ഭയങ്കര കുറവായിരുന്നു. ഞാൻ നിർത്തി. ഞാൻ ആകെ ചെയ്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് മഹാനവമി വിജയദശമി ആ ഒരു ടൈമിൽ ഞാൻ എപ്പോഴും എല്ലാ വർഷവും ഞാൻ എൻ്റെ അമ്പലത്തിൽ പാടാറുണ്ട്. അപ്പോൾ അതെനിക്ക് ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാറില്ല. അതുകൊണ്ട് അത് മാത്രം ഞാൻ പാടി. അതിനുശേഷം ഞാൻ ഒരു സ്റ്റേജും ഞാൻ പിന്നെ ചെയ്തിട്ടില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോലും എൻ്റെ ഒരു പാട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു 3 മാസത്തോളം ഞാൻ ഒന്നും തന്നെ കണ്ടന്റ് ക്രിയേഷൻ ഞാൻ സാധനം ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾഡ് ആയിരുന്നു ഫോണിൽ. അപ്പോൾ പാട്ട് മാറ്റി വെക്കുന്നത് ആദ്യം ഭയങ്കര കാര്യം. നമ്മൾ ലൈഫും പാട്ടും എന്ന് പറയുമ്പോൾ അത്രയും ലൈഫ് തന്നെ പാട്ടാണെന്ന് പറയാം. അത്രത്തോളം അങ്ങനെ നമ്മൾ ക്ലോസ് ആയിട്ട് നിന്നാണ്. പക്ഷെ അപ്പോൾ പാട്ട് ഞാൻ ഡെയിലി പാട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ എക്സാമിന് അടുക്കാറായപ്പോൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ പ്രാക്ടീസ് നിർത്തി 3 മാസം. അതെന്നെ ഭയങ്കരമായിട്ട് എന്നെ ഫ്രസ്ട്രേറ്റിംഗ് ആക്കിയിരുന്നു. കാര്യം എനിക്കത് പാട്ട് ഞാൻ എന്നും പാടുന്നതാണ്. പാട്ട് മാറ്റി വെച്ച് ആദ്യമായിട്ടാണ് ലൈഫിൽ അങ്ങനെ ഒരു മാറ്റി വെച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എപ്പോഴും ഞാനപ്പോൾ ഓർക്കും ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ പാടാൻ പോവുകയാണ്. ഈ എക്സാം കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പാടാൻ പോവാണ്. അപ്പോൾ അത്ര നാൾ മാറി നിന്നപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ എല്ലാവരും എൻ്റെ പാട്ട് മറന്നു പോകുമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് വന്ന് അപ്ലോഡ് ചെയ്തപ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഒരു വീഡിയോ 100K ക്രോസ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് ആളുകൾ നമ്മൾ പെട്ടെന്നൊന്നും മറന്നുമല്ല. നമ്മുടെ ടാലൻറ്റും അങ്ങനെ ആർക്കും കൊണ്ടുപോകാൻ പറ്റുന്നതൊന്നുമല്ല. എത്ര നാൾ കഴിഞ്ഞാലും അത് റെക്കഗ്നൈസ് ചെയ്യപ്പെടും. അത് നമ്മുടെ ഹാർഡ് വർക്കിന് എന്തായാലും ഒരു ഫലം എന്തായാലും അതുപോലെ തന്നെയാണ് എൻ്റെ പാട്ട്. ഇപ്പം എനിക്ക് കറക്റ്റ് ടൈമിൽ ഞാൻ പാട്ട് പിന്നെയും നമ്മൾ ഒരിക്കലും അത് നിർത്താതിരുന്നാൽ മതി. ഇടയ്ക്ക് നമ്മളതൊന്ന് പോസ് ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഒരിക്കലും നിർത്തരുത്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളതൊന്ന് കൊണ്ടുപോകണം. അതേ ഉള്ളൂ. എത്ര വർഷമായി മ്യൂസിക് പഠിക്കുന്നു? മ്യൂസിക് ഒരു 13 വർഷത്തിൽ കൂടുതലായി. കർണാട്ടിക് മ്യൂസിക്കാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ എക്സാം വന്ന സമയത്താണ് ഞാൻ അതൊന്ന് പോസ് ചെയ്യാറുള്ളത്. അല്ലാത്തപ്പോഴെല്ലാം ഞാൻ ഇതണക്ക് ഡെയിലി പ്രാക്ടീസും ക്ലാസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ റെക്കോർഡിങ് അപ്ലോഡിങ് എല്ലാം ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ചാനലിൽ ഞാൻ ട്യൂട്ടോറിയൽസും എടുക്കാറുണ്ട്. സിംഗിങ്ങിൻ്റെയും ഇപ്പം റെക്കോർഡിങ്ങിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽസും ഒക്കെ കൊടുക്കാറുണ്ട്. ആസ് എ ആസ്പിറന്റ് ആയിരുന്ന സമയത്ത് ഓരോ എക്സാം എഴുതുമ്പോഴും ഫേസ് ചെയ്തിരുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? അതായത് ഈ മാർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും? ഉണ്ട്, തീർച്ചയായിട്ടും. കാര്യം ഓരോ എക്സാം എഴുതുമ്പോഴും ഇതാണ് നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് ഒന്നും പറയും, ഓ ജനറൽ ആണല്ലേ, ജനറൽ ആകുമ്പോൾ പിന്നെ ഇത് കിട്ടില്ല അങ്ങനെ പറയും. അപ്പം എനിക്കറിയില്ല അത് എന്താണ് അങ്ങനെ നമ്മളെ അങ്ങ് അപ്പോൾ ഭയങ്കര ഡിമോട്ടിവേറ്റിംഗ് ആണത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മളത് പഠിക്കുക, നമ്മളത് പഠിച്ച് നമ്മളത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ അത് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ക്രാക്ക് ചെയ്യും. നമ്മൾ ആ ഒരു കാറ്റഗറി കൊണ്ട് നമ്മൾ ഒരുപാട് ഒരു മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആ കാറ്റഗറിയിൽ ആയതുകൊണ്ട് കിട്ടത്തില്ല, കാറ്റഗറിയിൽ ആയതുകൊണ്ട് പഠിക്കണ്ട എന്നൊക്കെ പറയും. പക്ഷെ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഡ്രീം എന്ന് പറയുമ്പോൾ നമ്മളിനി ഏത് കാറ്റഗറി, ഏത് ആളാണ്, ഏത് വ്യക്തിയാണെങ്കിലും നമ്മുടെ ഡ്രീം നമ്മൾ അതിനുവേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് തന്നെ പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. യൂട്യൂബ് ചാനലിൽ നമുക്ക് എല്ലാവർക്കും ഒരു വഴികാട്ടിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പോൾ അതിൽ കണ്ടന്റ്സ് ഒക്കെ ഇടുമ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുൾ ഒക്കെ ആയിരിക്കും. തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആവും. UGC NET ഹിസ്റ്ററി വേണ്ടുന്ന ആളുകൾക്കാണ് അത് മെയിനായിട്ട് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ. അതിൽ നമുക്ക് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചോദിച്ചാൽ മതി. ആര്യയുടെ ഇൻസ്റ്റാഗ്രാം ID താഴെ കൊടുക്കാം. അപ്പോൾ ബൈ.